നമ്മൾ ആദ്യത്തെ 18 അധ്യായങ്ങളോട് കൂടിയിട്ടുള്ള ഈ ഭഗവത് വചനങ്ങൾ സാക്ഷാൽ ഭഗവാൻ തന്നെ നേരിട്ട് ഉപദേശിക്കുന്നതാണ് അർജുനന്. മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഭാഗവതം വ്യാസഭഗവാൻ എഴുതാൻ ഒരു നിമിത്തമുണ്ട്. അതായത് വ്യാസഭഗവാൻ എല്ലാ 4 വേദങ്ങളും ശാസ്ത്രങ്ങളും 18 പുരാണങ്ങളും ഉപനിഷത്തുകളും ഒക്കെ രചിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് മനസ്സിനൊരു തൃപ്തി മതിയായി. എന്താ വെച്ചാൽ എത്ര ഈ ഭഗവത് കഥകൾ എത്ര ഗാനം ചെയ്താലും അവസാനിക്കില്ല. അങ്ങനെ അത്രയും മഹിമുള്ളതാണ് ഭഗവാന്റെ കഥകൾ. അത് കഴിയുക അങ്ങനെയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നാരദൻ വന്നിട്ട് ഉപദേശിക്കുകയാണ്. ഭഗവത് വചനങ്ങൾ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചും കൊണ്ട് ഭാഗവതം എഴുതാനായിട്ട് അപ്പോൾ ഉപദേശിക്കുകയാണ്. അതിനനുസരിച്ചാണ് പിന്നെ ഭാഗവതത്തിൻ്റെ പ്രവൃത്തി അത് എഴുതാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ ഈ വക വിഷയങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൽ ഭഗവാൻ നേരിട്ട് പറയുന്നൊരു കഥയല്ല. അത് വ്യാസഭഗവാൻ ഭഗവാനെക്കുറിച്ച് പ്രകീർത്തിക്കുന്നതായ ഭക്തിയുടെ പാരമ്യത്തിലുള്ള ഭഗവത് കഥകളാണ് ഭാഗവതത്തിൽ. അത് അതിൻ്റേതായ രീതി. ആദ്യം സൂതശൗനക സംവാദം, സൂതനും ശൗനം കൂടിയിട്ടുള്ള സംവാദമാണ്. അത് കഴിഞ്ഞ് നാരദനും വ്യാസനും കൂടിയിട്ടുള്ള സംവാദമാണ്. അത് കഴിഞ്ഞ് ശിവനും പരീക്ഷത്തും കൂടിയിട്ടുള്ള സംവാദമാണ്. ഇവിടെ ഭഗവത്ഗീതയിലെ ഒരേ ഒരു സംവാദമുള്ളൂ. അർജുനനും ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ നേരിട്ട് ഉപദേശിക്കുന്നതാണ്. ധ്യാനശ്ലോകത്തിൽ പറയണ്ടായി, കലിമലപ്രധ്വംസി നശ്രേയസേ. കലികാലത്തിൻ്റെ മലത്തെ ഉന്മൂലനം ചെയ്യുന്നതായിരിക്കുന്ന ശ്രേയസ്സിനെ ഉണ്ടാക്കുന്നതായ ഇതാണ് ഇത് ഭഗവത്ഗീത. കലിമലപ്രധ്വംസി നശ്രേയസേ. നമ്മളുടെ ശ്രേയസ്സിനായിട്ടത് ഭവിക്കട്ടെ എന്നായിട്ടാണ് പ്രാർത്ഥന. ക്ഷേത്രേ കുരുക്ഷേത്രേ തുടങ്ങാണ് ഭഗവത്ഗീത. ഈ ആദ്യത്തെ അധ്യായം ഒരു ഗീത, ശരിക്കും ഭഗവത്ഗീത ആദ്യത്തെ അധ്യായത്തിൽ ഭഗവാന്റെ ഉപദേശങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അത് ഒരു സന്ദർഭം മാത്രമാണ്. അതായത് ഒരു വേദി, ആ വേദി ഒരുക്കി കൊടുക്കലാണ് ഈ ആദ്യത്തെ അധ്യായത്തിൽ പ്രത്യേകമായിട്ട്. അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധൃതരാഷ്ട്രൻ സഞ്ജയൻ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു സംവാദം, അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു പ്രകരണമാണ്. അതായത് ശരിക്കും ധൃതരാഷ്ട്രനാണ്. അത് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ വ്യക്തമാണ്. അദ്ദേഹം ചൊല്ലുകയാണ്, യുദ്ധത്തിന് സന്നിഹിതരായിരിക്കുന്ന എന്റെ കൂട്ടരും പാണ്ഡവരും എന്തേ ചെയ്തത് സഞ്ജയ? എൻ കൂട്ടരും പാണ്ഡവരും മാമക പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. അടിസ്ഥാനമായിട്ട് ഈ യുദ്ധത്തിന്റെ കാരണം തന്നെ ധൃതരാഷ്ട്രൻ. ആ ധൃതരാഷ്ട്രന്റെ അതേ സ്വഭാവം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ദുര്യോധനും. ദുര്യോധനൻ ആദ്യം മുതൽക്ക് തന്നെ പാണ്ഡവന്മാരോട് വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അസൂയ. ആദ്യം ഈ രാജ്യം ഭരിച്ചിരുന്നത്, അതായത് ഈ രണ്ടാൾക്കാരും ധൃതരാഷ്ട്രനും പാണ്ഡു, ഈ രണ്ടുപേരും അതിൽ പാണ്ഡുവിനെ രാജാവായിട്ട് അവരോധിക്കുകയാണ്. ധൃതരാഷ്ട്രക്ക് അന്ധനാണ്. ധൃതരാഷ്ട്ര കണ്ണ് കാണില്ല. അതുകൊണ്ട് പാണ്ഡുവിനെ രാജാവായിട്ട് അവരോധിക്കുകയാണ്. ആ പാണ്ഡു നന്നായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം, അത് പിന്നെ വലിയ കഥയുണ്ട്. ആ കഥ ഞാൻ നല്ല കുറച്ചൊന്ന് ചുരുക്കി പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ഇവര് രാജ്യം ഭരിക്കാൻ തുടങ്ങി. പിന്നെ മക്കളെ അവരോധിച്ചു. എല്ലാവരുടെയും അനുഗ്രഹപ്രകാരം യുധിഷ്ഠിരനെ രാജാവായിട്ട് അവരോധിച്ചു.
അതിനുശേഷം ഈ ദുര്യോധനന് ഇവരോടുള്ള അസൂയ കൂടി വരികയാണ്. എങ്ങനെയെങ്കിലും ഇവരെ നശിപ്പിക്കണം, ഇവരെ രാജ്യത്ത് ഓടിക്കണം. അതിനുള്ള പണികൾ ശകുനി മുതലായിട്ടുള്ളവർ കൂടി ചേർന്നിട്ട് അദ്ദേഹം ഒരുക്കി. അങ്ങനെ അവരെ ഇവിടുന്ന് രാജ്യത്ത് നിന്ന് ഒഴിവാക്കി. 10-12 വർഷം കാട്ടുപോയിരുന്നു. അത് കഴിഞ്ഞൊരു കൊല്ലം അജ്ഞാതവാസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇവര് രാജ്യം തിരിച്ചു ചോദിച്ചപ്പോ, അവരുടെ അവകാശം തിരിച്ചു ചോദിച്ചപ്പോ കൊടുത്തില്ല. ഒരു സെന്റ് ഭൂമി കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല, ഒരു രാജ്യം കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. അങ്ങനെ അതാണ് ഈ യുദ്ധത്തിനൊരു നിമിത്തമായിട്ട് ഭവിച്ചത്. പലതവണയും യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി നോക്കിയിട്ടുള്ളതാണ്. പാണ്ഡവന്മാർക്ക് യുദ്ധം ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. പാണ്ഡവന്മാരെ യുദ്ധം ഒഴിവാക്കാനേ നോക്കിയിട്ടുള്ളൂ. ഈ രാജനീതിയിൽ പറയുമ്പോൾ സാമദാന ഭേദദണ്ഡ, 4 തരത്തിലാണ് നീതി നടക്കുക. സാമം, ദാനം, ഭേദം, ദണ്ഡം. സാമം എന്ന് വെച്ചാൽ നല്ല കാര്യം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക, അതാണ് സാമം. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. ഇപ്പൊ കുട്ടികളെ ആയാലും വേറെ ആളെയായാലും നമ്മൾ ശീലിപ്പിക്കേണ്ടതൊക്കെ ഈ രീതിയിൽ തന്നെയാണ്. ആദ്യം തന്നെ കുട്ടികളെ കുറിച്ച് അടിക്കില്ല, സാമം പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ദാനം കൊടുത്ത് മനസ്സിലാക്കുക. അവർക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് അവരുടെ ആകട്ടെ അറിഞ്ഞ് ഇന്ത്യയിലെറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുക, അതാണ് ദാനം. ഭേദം എന്ന് പറഞ്ഞാൽ മുറിക്കുക, ഒഴിവാക്കുക. അത് ശരിയാവില്ലാന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ രീതി കൂടെ നമ്മൾ അറിഞ്ഞ് പ്രവർത്തിക്കുക, ഭേദത്തെ ചെയ്യുക. അത് കഴിഞ്ഞാൽ അവസാനത്തേതാണ് ദണ്ഡം. ദണ്ഡം എന്ന് പറഞ്ഞാൽ അടിക്കാൻ. ഒട്ടും മനസ്സിലാവുക, ഈ പ്രയോഗങ്ങളെ കൊണ്ട് ഒന്നും മനസ്സിലാവാത്തൊരു സ്ഥിതിയിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ ദണ്ഡിക്കുക, ഉപദ്രവിച്ച് അടി കിട്ടുന്ന ഏതെങ്കിലും അങ്ങനെ മനസ്സിലാക്കുക. അങ്ങനെ ഈ 2, 3, 4 തരത്തിലാണ് ഈ നീതി നടപ്പാക്കുക. അത് രാജാക്കന്മാർ പാലിക്കേണ്ടതാണ്, നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇങ്ങനെയാണ്. അതായത് സുഖിതേഷു മൈത്രി. ആരോടാണോ നമുക്ക് മൈത്രി വേണ്ടത്? മൈത്രി എന്താ? സുഹൃബന്ധം. സുഖിതേഷു മൈത്രി, സുഖികളോടാണ് സുഹൃബന്ധം വേണ്ടതെന്നാണ്. സുഖീച്ച് സുഖമായിട്ട് ജീവിതത്തിൽ സുഖം അനുഭവിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് സുഹൃബന്ധം വേണ്ടത്. പിന്നെ ദുഃഖിതനപ്പം എന്താ വേണ്ടത്? ദുഃഖിതേഷു കരുണ. ദുഃഖിതനെ കരുമ്പോൾ നമ്മുടെ മനസ്സ് കരുണാദ്രമായി തീരണം. കാരുണ്യം എന്ന ഭാവമാണ് ദുഃഖിതനില് വേണ്ടത്. പുണ്യശീലേഷു ഹർഷ. പുണ്യശീലന്മാരായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഹർഷം, സന്തോഷം ഉണ്ടാവേണ്ടതാണ്. അവരെന്താണ് സന്തോഷിക്കേണ്ടത്? പാപശീലേഷു ഉപേക്ഷ. പാപശീലനെ ഉപേക്ഷിക്കണം, പാപികളെ അടുപ്പിക്കരുത് എന്നാണ്. പാപികളെ അടുപ്പിച്ചാൽ അതിൻ്റെ പാപം നമുക്ക് കൂടിയും വന്നു ചേരും. പാപശീലേഷു ഉപേക്ഷ. സുഖിതേഷു മൈത്രി, സുഖികളിൽ മിത്രഭാവം. ദുഃഖിതേഷു കരുണ, ദുഃഖമനുഭവിക്കുന്നവരിൽ കാരുണ്യഭാവം. പുണ്യശീലേഷു ഹർഷ, പുണ്യശീലുള്ളവരിൽ ഹർഷം, സന്തോഷം. പാപശീലേഷു ഉപേക്ഷ, പാപശീലന്മാരെ ഉപേക്ഷിക്കുക. ഇങ്ങനെയാണ്. അതില് ഈ ദുര്യോധനൻ, ധൃതരാഷ്ട്രർ, ഇവരൊക്കെ പാപസഞ്ചയങ്ങളുള്ള ആൾക്കാരാണ് അർത്ഥം. അവിടെ അവസാനപ്പെട്ട ഇതിന് ശ്രീകൃഷ്ണന്റെ മറ്റുള്ളവരുടെ ഉപദേശപ്രകാരം ദണ്ഡനീതി, യുദ്ധം ചെയ്തിട്ട് പിടിക്കാൻ. അതാണ് അവസാനത്തെ. ആ ധൃതരാഷ്ട്രൻ കണ്ണു കാണാത്ത ആളാണ്. കണ്ണു കാണുക മാത്രമല്ല, ബുദ്ധി കൊണ്ടും അദ്ദേഹത്തിന് അങ്ങനെ തന്നെയാണ്. അജ്ഞാനം കൊണ്ട് അന്ധത്വം പ്രാപിച്ചിട്ടുള്ള ആളാണ് ധൃതരാഷ്ട്രൻ. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവസ്തേവ കിമഭൂവദ സഞ്ജയ. വ്യാസഭഗവാൻ ഈ യുദ്ധം വേണ്ട എന്നുള്ള നിലയ്ക്ക് ധൃതരാഷ്ട്രയെ കണ്ട്, യുദ്ധത്തിന് മുമ്പായിട്ട് അദ്ദേഹത്തിനെ കണ്ട് പറയാണ് യുദ്ധം ഒഴിവാക്കണം. അങ്ങനെ ധൃതരാഷ്ട്രൻ അതിന് തയ്യാറായില്ല. യുദ്ധം ഒഴിവാക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അപ്പോ വ്യാസഭഗവാൻ അദ്ദേഹത്തിന് ദിവ്യചക്ഷുസ് കൊടുക്കാം
എന്നാൽ ഹസ്തിനപുരത്തിലിരുന്നിട്ട് തന്നെ അദ്ദേഹത്തിന് യുദ്ധക്കളം കാണാം. അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഹസ്തിനപുരത്തിലെ രാജധാനിയിൽ നിന്ന് തന്നെ വീക്ഷിക്കാം എന്നായിട്ട് അദ്ദേഹത്തിന് ദിവ്യചക്ഷുസ് കൊടുക്കാമെന്നാണ് വ്യാസഭഗവാൻ. അപ്പൊ അദ്ദേഹം അതിന് വിസമ്മതിക്കുകയുണ്ടായത്, അത് കാണാനുള്ള, അവിടെ നടക്കുന്ന സംഭവങ്ങൾ കാണാനുള്ള പ്രാണി എനിക്കില്ല. എൻ്റെ മക്കളും മറ്റുള്ളവരും സ്വജനങ്ങളും ഈ യുദ്ധത്തിൽ മരിക്കുന്നത് കാണാനുള്ള പ്രാണി എനിക്കില്ല. എന്നാൽ അദ്ദേഹം യുദ്ധം ഒഴിവാക്കാൻ പറ്റില്ല എന്നർത്ഥം. അത്രയും ആ മനസ്സിന്റെ അല്ലെങ്കിൽ ബുദ്ധിയിലെ ചീത്തവശം അതാണ് എടുക്കാൻ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എൻ്റെ മന്ത്രിയായിരിക്കുന്ന സഞ്ജയുണ്ട്, ആ സഞ്ജയൻ ദിവ്യചക്ഷുസ് കൊടുക്കുക. അപ്പോൾ വ്യാസഭഗവാൻ താൽക്കാലികമായിട്ട് ആ സഞ്ജയന് ദിവ്യചക്ഷുസ് കൊടുക്കുകയാണ്. ആ ദിവ്യചക്ഷുസ് കൊടുത്ത് സഞ്ജയൻ ഹസ്തിനപുരത്തിൽ നിന്ന് യുദ്ധക്കളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ധൃതരാഷ്ട്രത്തെ വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചു കൊടുക്കുകയാണ്. അതാണ് ഈ ഭഗവത്ഗീത പ്രകടനം. ഇത് മുഴുവൻ ഈ എല്ലാ അധ്യായങ്ങളിലും സഞ്ജയൻ ധൃതരാഷ്ട്രയ്ക്ക് വിവരിച്ചു കൊടുക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ്. താൽക്കാലികമായിട്ട് ദിവ്യചക്ഷുസ് കൊടുത്തിട്ട് ആ ദിവ്യചക്ഷുസിൽ സഞ്ജയൻ വിഷയങ്ങളെ കാണുന്നു. ആ സഞ്ജയൻ ധൃതരാഷ്ട്രക്കായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ഭഗവത്ഗീത. അതാണ് ധൃതരാഷ്ട്രവാച. ധൃതരാഷ്ട്രൻ ചോദിക്കുകയാണ് സഞ്ജയന്റെ അടുത്ത്, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമക പാണ്ഡവാസ്തൈവ കിമകുറുവത സഞ്ജയ. വാക്ക് ആദ്യം തുടങ്ങുന്ന വാക്ക് ധർമ്മം. ആ വാക്കിനുള്ള പ്രത്യേകത ഉണ്ട്. പിന്നെ പ്രത്യേകമായിട്ടൊരു മംഗളത്തിന്റെ ആവശ്യമില്ല. ധർമ്മം എന്നുള്ള വാക്കുകൾ തന്നെ മംഗളസൂചകമാണ്. പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തേതാണ് ധർമ്മം. ധർമാർത്ഥ കാമ മോക്ഷങ്ങളാണ് പുരുഷാർത്ഥങ്ങൾ. ഒരു മനുഷ്യായുസ്സിൽ എന്താണ് മനുഷ്യൻ എത്തിച്ചേരേണ്ടത്, എവിടെയാണ്, എന്താണ് സിദ്ധിക്കേണ്ടത് ജീവിതത്തില്? മോക്ഷപദം എല്ലാവർക്കും സാധ്യമല്ല. അനേക ജന്മങ്ങളുടെ കോടാനുകോടി ജന്മങ്ങളുടെ പുണ്യഫലം കൊണ്ട് സിദ്ധിക്കുന്നതാണ് മോക്ഷോക്കം. വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർ, ലൗകികന്മാർക്കുള്ളതല്ല, ആധ്യാത്മികമായി തന്നെ വളരെയധികം ഉയർന്ന ഒരു സ്ഥിതിയിലെത്തിയിട്ടുള്ള ആൾക്കാർ തന്നെ അപൂർവമായിട്ടുള്ള ഒന്നാണ് മോക്ഷം. മോക്ഷം എത്തിക്കഴിഞ്ഞാൽ പുനർജന്മല്ല, ഈശ്വരന്റെ ലയം പ്രാപിക്കുന്നതാണ് മോക്ഷം. പരമാത്മനി ജീവാത്മനയോ മോക്ഷം. പരമാത്മാവിൽ ജീവാത്മാവ് ലയം പ്രാപിക്കുന്നതാണ് മോക്ഷം. ആത്മാവ് ശരീരത്തിനെ വിട്ട് ഒരു തേജസ്സായിട്ട് അത് സൂര്യമണ്ഡലത്തിലേക്ക് പോയി സൂര്യമണ്ഡലത്തിൽ നിന്ന് ഈ വിശ്വം മുഴുവൻ വ്യാപിച്ച് ഈശ്വരൻ ഒന്നായിത്തീരുന്നതായ ഒരവസ്ഥ, അതിന് പുനരോത്പത്തിയില്ല, രണ്ടാമത് ജന്മമില്ല. മോക്ഷം നമ്മളുടെ തനതായ ഭാവം, ആ ഐശ്വര്യമായിരിക്കുന്ന നമ്മൾ വീണ്ടും തിരിച്ചുപോയി അതായിത്തീരുന്നു. ശരീരേ സൈന്ധവം യദ്വൽ സ്വാമ്യം ഭജതി യോഗത. ഉപ്പ് വെള്ളത്തിൽ കലക്കിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഉപ്പ് തിരിച്ചു കിട്ടുന്നില്ല. അത് ഉപ്പ് വെള്ളത്തിൽ ലയിച്ചു പോയി, അത് രണ്ടും കൂടി ഒന്നായി ഒരു ഉപ്പ് കൊണ്ടായിട്ട് മാറിയുന്നുണ്ട്. ശരീരേ സൈന്ധവം യദ്വൽ സമുദ്രേ നദീനാമിവ ജീവാത്മനി പരമാത്മനി ജീവാത്മനിയോ മോക്ഷയിത്യവിധി. മലയുടെ മുകളിൽ നിന്ന് അനവധി ചാലുകളായിട്ട് വെള്ളം ഒഴുകി വരികയാണ്. ഈ വെള്ളമെല്ലാം ഒഴുകി വന്നിട്ട് അത് എല്ലാം ചേർന്ന് ഒരു നദിയായിട്ട് പിടിച്ചു പോകുന്നു. ഈ നദി പോയിട്ട് അവസാനം സമുദ്രത്തിൽ പോയിട്ട് ചേരുന്നു. സമുദ്രത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ നദിയിലത്തെ വെള്ളം തിരികെ എടുക്കാനാവില്ല. അത് സമുദ്രജലമാണ്. സമുദ്രത്തിൽ ചേരുന്നത് വരെ അത് നദിയിലത്തെ വെള്ളം വേറെ ആയിട്ട് തന്നെ നിൽക്കുന്നു. അതിന് ഉപ്പിന്റെ രസമില്ല. ചേർന്ന് കഴിഞ്ഞാൽ അത് ഒന്നായി, അത് ഉപ്പ് രസത്തോട് കൂടിയതായി, അത് സമുദ്രജലമായി മാറി, ലവണരസത്തോട് കൂടിയതായി. അതുപോലെ അനവധി ചാലുകൾ ചേർന്ന് ഒരു നദിയായി ആ നദി പ്രവഹിച്ച് സമുദ്രത്തിലെത്തുന്നത് പോലെ അനവധി ജീവാത്മാക്കളാണ് ഈ ലോകത്ത്. ഓരോ ജീവാത്മാവിനും അതിൻ്റെതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ട്. ആ വ്യക്തിത്വം മനസ്സിലാക്കിയിട്ട് ഓരോ ആത്മാവും അവനവന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്ത അവസാനം
ഭൗതികത്തിൽ ജീവിക്കുമ്പോൾ കൂടി ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നു. നമുക്ക് എത്രത്തോളം അതിനുള്ള ശേഷിയുണ്ട്, സാമർഥ്യമുണ്ട് എന്നുള്ളത് വേറെ വിഷയമാണ്. ഇന്നല്ല, നാളെയല്ല, അനവധി കോടി ജന്മങ്ങൾ കഴിയുമ്പോഴെങ്കിലും ഈ ചെയ്ത പുണ്യത്തിന്റെ ഫലം അവിടെ പ്രതിഫലിക്കും. അന്ന് നമ്മൾ അവിടെ എത്തും. അതിനുള്ള പ്രയത്നമാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കണം. ഈ സന്നിധിയിൽ വന്നിരിക്കുന്നതിന് എന്താ, എന്തോ ഒന്നും നമുക്ക് കിട്ടാത്തതുണ്ട്, എവിടെയോ നമ്മളൊന്ന് എത്താത്തതുണ്ട്, അല്ലേ? എല്ലാ ജോലികളും ഉപേക്ഷിച്ച് എല്ലാം വിട്ടിട്ട് വന്നിരിക്കുന്ന ഈ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ മനസ്സിലും അബോധമായിരിക്കുന്ന അവസ്ഥയിലെങ്കിലും ഒരു തോന്നലുണ്ട്, എന്തോ എനിക്ക് കിട്ടാനുണ്ട്. അത് കിട്ടാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇതന്നെയാണ് ഗോപസ്ത്രീകളുടെ കാര്യം. വൃന്ദാവനത്തിലെ ആ വേണുനാഥൻ കേൾക്കുമ്പോൾ ഗോപസ്ത്രീകളൊക്കെ ഓടിപ്പോവാണ്. ശരത്കാല ചന്ദ്രികയില് ആ വൃന്ദാവനത്തില് ഭഗവാന്റെ വേണുനാഥൻ, ആ വേണുനാഥത്തിൽ ആകൃഷ്ടരായിട്ട്, കൃഷ്ണൻ എന്നുള്ള വാക്കിന് തന്നെ കർഷണം എന്നാണ് അർത്ഥം. കർഷണം എന്ന് വെച്ചാൽ തന്നിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് അതിന്റെ താല്പര്യം. തന്നിലേക്ക് ആകർഷിക്കലാണ് അവിടെ ഓരോരോ ഗോപസ്ത്രീകളും അവരുടെ ജോലികളെല്ലാം ഉപേക്ഷിച്ച്, മക്കളെ ഉപേക്ഷിച്ചിട്ട്, ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് കൃഷ്ണന്റെ സന്നിധിയിലേക്ക് ആ വേണുനാഥൻ കേട്ട ദിക്കിലേക്ക് ആ മാസ്മരസ്വരം അവിടേക്ക് ഇങ്ങനെ പ്രവഹിക്കുകയാണ്. അവരറിയാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും കൃഷ്ണനെ കാണാനില്ല, ചോദിക്കുകയാണ് വൃക്ഷങ്ങളോടും ലതകളോടും, എവിടെയാണ് കൃഷ്ണൻ, എവിടെ എന്റെ കൃഷ്ണൻ, കൃഷ്ണൻ എവിടെ, കൃഷ്ണൻ എവിടെ, കൃഷ്ണൻ എവിടെ? ഭ്രാന്തുണ്ടോ ഗോപസ്ത്രീകൾ? അപ്പൊ ഓരോരുത്തരും ഉൾവിളിയാണ് അത് എന്നാണ് സൂചിപ്പിക്കുന്നത്. വെറും സ്ത്രീകളെല്ലാവരും ആ സംയോഗമാണ്. പ്രകൃതിഷു പ്രത്യേകം ഗോപികാസു സമ്മേളിതം രാസവിലാസ വിലോലം ഭജത മുരാരി മനോഹരം. എങ്ങനെയാണ് കൃഷ്ണൻ ആ ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ അതിൽ ദശമസ്കന്ധമാണ് ഏറ്റവും പ്രധാനം. ആ ദശമസ്കന്ധത്തിൽ രാസക്രിയയാണ് വിളിക്കുന്നത്. ആ രാസക്രിയ വായിക്കുന്നത് തന്നെ അതിനെ ശരിയായിട്ടുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള സംസ്കാരമുള്ള ആൾക്കാരെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതിനെ സാധാരണ ഒരു മനുഷ്യന്റെ കേളിയായിട്ടോ രാസക്രിയയിലേക്കോ കാണാൻ പാടില്ല. ഭഗവാന്റെ കേളിയാണത്. അത് വളരെ വലിയ അർത്ഥങ്ങളാണ്. സ്ത്രീ പുരുഷ സംയോഗമല്ല, ഈശ്വരന്റെ സംയോഗമാണ്, ശിവശക്തി സംയോഗമാണ്, പ്രകൃതി പുരുഷ സംയോഗമാണ്. അങ്ങനെയാണ് ഈ പ്രപഞ്ചം നിൽക്കുന്നത്. പ്രകൃതിഷുയിൽ പ്രത്യേകം ഗോപികാസു സമ്മേളിതം. അപ്പൊ ആ രാസക്രിയയില് ഇങ്ങനെ ക്രീഡിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോപസ്ത്രീകളും ഭഗവാനും കൂടിയിട്ട്. ഓരോരോ കൃഷ്ണന്റെ കൂടെയും ഓരോരോ ഗോപസ്ത്രീകൾ, അങ്ങനെയല്ല, ഓരോരോ ഗോപസ്ത്രീകളുടെ കൂടെ ഓരോരോ കൃഷ്ണൻ. കൃഷ്ണൻ ഒന്നല്ലോ, ഗോപസ്ത്രീകൾ അനവധിയുണ്ട്. അങ്കരാമങ്കരെ മാലതീ മാധവം. ഓരോ അങ്കര, ആ അങ്കരുടെ കൂടെ ഒരു കൃഷ്ണൻ, വേറൊരു അങ്കര, അങ്കരുടെ കൂടെ കൃഷ്ണൻ. ഇങ്ങനെ എല്ലാത്തിലും എല്ലാവരുടെ കൂടെ കൃഷ്ണനുണ്ട്. എന്നിട്ട് ഇങ്ങനെ ക്രീഡ ചെയ്തെന്ന് വിളിക്കുകയാണ് രാസം. സ്ത്രീ പുരുഷൻ രണ്ടും കൂടിയിട്ടുള്ള നൃത്തവിശേഷത്തിനാണ് രാസം എന്ന് പറയാം. താണ്ഡവം, ലാസ്യം, രാസം, അങ്ങനെ 3 തരത്തിലാണ് നാട്യശാസ്ത്ര പ്രകാരം ഭരതമുനി പറയുന്നത്. താണ്ഡവം പൗരുഷമായിരിക്കുന്ന നൃത്തത്തിനാണ് താണ്ഡവം എന്ന് പറയുന്നത്. ശിവതാണ്ഡവം, നടരാജന്റെ താണ്ഡവ നൃത്തം. പിന്നെ ലാസ്യം, അതായത് തണ്ടൂവിന് ഭഗവാൻ പരമശിവൻ തണ്ടൂവിന് ഉപദേശിച്ചതാണ് താണ്ഡവം. ലാസ്യം എന്ന് പറയും, അത് സ്ത്രൈണമായിരിക്കുന്ന പരിശേഷമാണ്. സൗരാഷ്ട്രകന്യയാം ഭഗവതി സൗരാഷ്ട്രകന്യകമാർക്ക് വേണ്ടി ഉപദേശിച്ചതാണ് ലാസ്യം. ആ താണ്ഡവത്തിന്റെയും ലാസ്യത്തിന്റെയും താണ്ഡവത്തിന്റെ താ എന്നുള്ളതും ലാസ്യത്തിന്റെ ലാ എന്നുള്ളതും രണ്ടിലത്തെയും ആദ്യത്തെ പദങ്ങൾ എടുത്ത് കൂട്ടിച്ചേർത്താൽ എന്തായി? താളം, താലം, താളം, താളം, ഋതം. പ്രപഞ്ചത്തിന് അതിൻ്റെതായ താളമുണ്ട്. ആ താളത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. പ്രപഞ്ചത്തിന് അതിൻ്റെതായിട്ടുള്ള ഭാവം, എക്സ്പ്രഷൻ, അതിൻ്റെതായിട്ടുള്ള
മെലഡിയുടെ രാഗം. ആ രാഗത്തിന്റെയും ഭാവത്തിന്റെയും താളത്തിന്റെയും കൂടിയിട്ടുള്ള സങ്കലനം, അത് ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരവസ്ഥ, ഭാവരാഗതാളങ്ങൾ, അതാണ് ഭാരതം. ഭാവം, രാഗം, താളം, ഭാരതം, അതാണ് ധർമ്മക്ഷേത്രം. എല്ലാം ധർമ്മക്ഷേത്രമല്ല, പുണ്യഭൂമിയാണ് ധർമ്മക്ഷേത്രം. ആ പുണ്യഭൂമി എന്ന് പറഞ്ഞാൽ ഭാരതഖണ്ഡമാണ്. ജംബൂദ്വീപിനെ 9 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ട് ആ ഖണ്ഡത്തിൽ ഒരു ഖണ്ഡമാണ് ഈ ഭാരതഖണ്ഡം. വളരെ പുരാതനവും പുണ്യവുമാണ്, പാവനവും പവിത്രവുമായിട്ടുള്ള സ്ഥലം. ആ പുണ്യഭൂമിയിലാണ് അത്ര യാഗങ്ങൾ ചെയ്യുന്നത്. യാഗത്തെ കൊണ്ടാണ് ഭൂമി പുണ്യമായിത്തീരുന്നത്. അത് കഴിഞ്ഞാൽ കൃഷി ചെയ്തിട്ടും. യാഗം, കൃഷി. യാഗഭൂമി, യാഗം കഴിഞ്ഞാൽ കൃഷിഭൂമിയാണ്. ആ കൃഷിഭൂമിനെയാണ് നമ്മൾ യാഗഭൂമിയായിട്ട് എടുക്കുന്നത്. യാഗം എവിടെയാണ് ചെയ്യുക? എല്ലാ ദിക്കിലും യാഗത്തിന് യോഗ്യങ്ങളല്ല. കൃഷ്ണമൃഗം സഞ്ചരിക്കുന്നതായ ദേശമാണ് പുണ്യഭൂമി. അത് ഭാരതഖണ്ഡത്തിൽ മാത്രമേ ഉള്ളൂ. കൃഷ്ണമൃഗം എന്ന് പറഞ്ഞാൽ മാനാണ്, കറുത്ത വർണ്ണത്തിലുള്ള മാൻ, കൃഷ്ണമൃഗം. എല്ലാ ദിക്കിലും ഉണ്ടാവില്ല. അത് ആശ്രമങ്ങളിലൊക്കെയാണ് കൃഷ്ണമൃഗമൊക്കെ സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള ഭൂമിയാണ് പുണ്യഭൂമി. ആ പുണ്യഭൂമിയാണ് ഭാരതം. അതാണ് കുരുക്ഷേത്രം. കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ വെറുതെ യുദ്ധത്തിനൊരു സ്ഥലം ഉണ്ടാക്കിയതല്ല കുരുക്ഷേത്രം. കുരു എന്നുള്ള രാജാവ്, കൗരവന്മാരിലെ കുരു എന്നുള്ളൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് തപസ് ചെയ്തതായ സ്ഥലമാണ് കുരുക്ഷേത്രം. അവിടെ നിങ്ങളാണ് കുരുവംശം തുടങ്ങുന്നത്. ആ രാജാവിന്റെ പേരിലാണ് കുരുവംശം. അദ്ദേഹം വളരെ ധർമ്മിഷ്ഠനായ രാജാവായിരുന്നു. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, പ്രവർത്തനം തന്നെ അങ്ങനെയല്ലേ. വളരെ ധർമ്മിഷ്ഠനായ രാജാവ്. അദ്ദേഹം, ഈ കുരു എന്നുള്ള രാജാവ്, കുരുക്ഷേത്രത്തിൽ സ്വർണം കൊണ്ടുള്ള ഒരു കലപ്പെടുത്തിട്ട് ഉഴുതുകൊണ്ടിരിക്കുകയാണ്. ആ ഉഴുതുകൊണ്ടിരിക്കുമ്പോ ഇന്ദ്രൻ അത് കണ്ട് വന്ന് ചോദിക്കുകയാണ്, എന്താ അങ്ങ് ഈ നിലം ഉഴുതുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറയാണ്, ഞാനിവിടെ വിതയ്ക്കാൻ പോവാണ്. എന്താണ് വിതയ്ക്കാൻ പോകുന്നത്? ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു വിത്ത്, അത് ധർമ്മമാകുന്ന വിത്താണ്. ധർമ്മത്തിന്റെ വിത്തുകൾ പാകാൻ പോവുകയാണ് അവിടെ ഈ ഭൂമിയിൽ, കുരുക്ഷേത്രത്തിൽ. അപ്പൊ അദ്ദേഹം അനുഗ്രഹിച്ചു. ഇന്ദ്രൻ എന്താണ് അനുഗ്രഹിച്ച്? ഈ ധർമ്മം എന്നും ഇവിടെ നിലനിൽക്കട്ടെ എന്നായിട്ട് അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു. ആ കുരുക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ യുദ്ധം നടക്കാൻ പോകുന്നത്. ആ കുരുക്ഷേത്രത്തിൽ നടക്കുന്ന യുദ്ധത്തിൽ ഏതാണ് ജയിക്കുക? എന്നും ഇവിടെ ധർമ്മം നിലനിൽക്കട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ടുള്ള കുരുക്ഷേത്രത്തിലുള്ള യുദ്ധം. അവിടെ ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ആ ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ആരാണ് ജയിക്കുക? സംശയമില്ല, ധർമ്മത്തിലാണ് വിജയം ഉണ്ടാവുക. ധർമ്മത്തിന്റെ കൂടെയാണ് എന്നും ഈശ്വരൻ ഉണ്ടാവുക. അതാണ് കൃഷ്ണൻ ഇവരുടെ കൂടെ നിൽക്കുന്നത്. ആ കൃഷ്ണന്റെ സാന്നിധ്യം